ഹായ് ഹലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കണ്ണൂരുകാരുടെ സൽക്കാരങ്ങളിലൊക്കെ താരമായിട്ടുള്ള മുട്ട സുർക്കയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചരി. അതൊന്ന് കഴുകി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ഒരു ദോശമാവിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഇപ്പോൾ ഉപ്പിടുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചട്ടിയിൽ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതുണ്ടാക്കുമ്പം കുഴിയുള്ള ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ തവി വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിനെ മുട്ട സുർക്ക, മുട്ടയപ്പം എന്നൊക്കെ പറയൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊരു വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. ഇനി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്രയും മൊരിയിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട സുർക്ക അല്ലെങ്കിൽ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിൻ്റെ കൂടെ
ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് കറീൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.